ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ പോയപ്പോൾ ക്ലെയിം തള്ളി. ക്യാഷ്ലെസ് അല്ല, ICU ചാർജ് തിരികെ കിട്ടിയിട്ടില്ല. ഒന്ന് മാത്രം പറയാം, ഇത് നിങ്ങൾക്ക് മാത്രം ഉണ്ടായിട്ടുള്ളൊരു അനുഭവമല്ല. ഇത് കേരളത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം പലരും ഇൻഷുറൻസ് എടുക്കുമ്പോൾ പ്രീമിയം എത്രയാണെന്ന് മാത്രം നോക്കുന്നുള്ളൂ, പക്ഷേ പോളിസി വേർഡിംഗ് വായിക്കുന്നില്ല. അതുപോലെ തന്നെ ഏജന്റുമാരോ സത്യം പറയാറുമില്ല, കാരണം അവർക്ക് കമ്മീഷൻ വേണം. ഇതാണ് നമുക്ക് പലപ്പോഴും പറ്റിപ്പോകുന്നത്. പക്ഷേ ഈ വീഡിയോ നിങ്ങളൊന്ന് മുഴുവനായിട്ട് കണ്ടാൽ ഈ പിഴവുകൾ നിങ്ങളിനി ആവർത്തിക്കുക തന്നെയില്ല. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. ഇതൊന്ന് കേട്ടാൽ നമ്മളുടെ ഫാമിലി നന്നായി ആഗ്രഹിച്ചതിനേക്കാളും മികച്ച ഒരു സുരക്ഷ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കിട്ടേണ്ടത് എന്ന് മനസ്സിലാകും. ആദ്യമായി പറയാൻ പോകുന്നത് പ്രീ അപ്രൂവൽ കിട്ടിയാൽ പോലും ക്ലൈം തള്ളുന്നത് എന്തിന്? നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇൻഷുറൻസ് കമ്പനി പ്രീ അപ്രൂവൽ നൽകുന്നു. അതിൻ്റെ പേരിൽ നമുക്ക് സന്തോഷം, ഇനി ഇതിന് ക്ലെയിം കിട്ടും എന്ന് നമ്മൾ കരുതും. പക്ഷേ അതിനൊരു ഉറപ്പുമില്ല. പ്രീ അപ്രൂവൽ പ്രൊവിഷണൽ അപ്രൂവലാണ്. അതെന്തിൻ്റെ പിന്നിലുള്ളതാണ്? ഇൻഷുറൻസ് കമ്പനി പറയും പ്രൊഫഷണൽ അപ്രൂവൽ ബേസ്ഡ് ഓൺ ഇനിഷ്യൽ ഡയഗ്നോസിസ്. പിന്നീട് ഡിസ്ചാർജ് സമ്മറിയിൽ ഡിസീസ് മാറ്റം വന്നാൽ, ഇൻവെസ്റ്റിഗേഷൻ മിസ്മാച്ച് വന്നാൽ ക്ലെയിം തള്ളും. ഹെർണിയ എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ പ്രീ അപ്രൂവ്ഡായി, പക്ഷേ ആക്ച്വൽ സർജറി അഥീഷൻ റിലീസായി, അത് ലിസ്റ്റിൽ ഇല്ലാത്ത സർജനാണെന്ന് പറഞ്ഞ് കമ്പനി ക്ലെയിം തള്ളും. അതുപോലെ കാറ്ററാക്ട് പ്രീ അപ്രൂവലായി, പക്ഷെ ബില്ലിൽ സർജൻ എക്സ്ട്രാ ലെൻസ് ചാർജ്, ലേസർ ഫീ എന്നൊക്കെ ആഡാക്കി ക്ലെയിം തള്ളി. അതിനാൽ പ്രീ അപ്രൂവൽ വന്നിട്ടും ഡിസ്ചാർജ് സമ്മറി, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, സർജറി നോട്ട് ഇവയെല്ലാം മാച്ച് ആകണം. നമ്മുടെ ശരീരത്തെക്കുറിച്ച് പറയുന്ന ആ ഡോക്ടർ എഴുതുന്ന സമ്മറിയാണ് ക്ലെയിമിൻ്റെ വിധി നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റൽ വിട്ട് ഇറങ്ങുമ്പോൾ പോലും ഈ പാഠം മനസ്സിലുണ്ടായിരിക്കണം. രണ്ടാമത്തെ വലിയ വാസ്തവം, TPA മാറിയാൽ പഴയ ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് കിട്ടത്തില്ല. ആരെങ്കിലും ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? TPA എന്നത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററാണ്, അതായത് ഇൻഷുററിൻ്റെ ക്ലെയിം പ്രോസസ്സിംഗ് പാർട്ട്ണർ. പലപ്പോഴും പോളിസി റിന്യൂ ചെയ്യുമ്പോൾ TPA സൈലൻ്റ്ലി മാറും. പലപ്പോഴും കസ്റ്റമറിന് ഇൻഫോം തരാറില്ല. പഴയ TPAയോട് ടൈപ്പ് ഉള്ള ഹോസ്പിറ്റൽ പുതിയ TPAയോട് ടൈപ്പ് ഇല്ലെങ്കിൽ ക്യാഷ്ലെസ് കിട്ടത്തില്ല. വലിയ ഹോസ്പിറ്റൽ ആകാം, പക്ഷേ സോറി സാർ, ദിസ് പോളിസി ഈസ് നോട്ട് സപ്പോർട്ടഡ് എന്ന് പറയും. പിന്നെ ഫുൾ ബില്ല് അടയ്ക്കണം, റീഇംബേഴ്സ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്യണം. അത് പലപ്പോഴും ഡിനേ ചെയ്യും. ഇതിന് പരിഹാരം എന്താണ്? പുതിയ പോളിസി കിട്ടുമ്പോൾ അതിലെ TPA നെയിം നോക്കണം. അതിൻ്റെ ഹോസ്പിറ്റൽ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യണം. ഓരോ TPAയ്ക്കും വ്യത്യസ്ത ഹോസ്പിറ്റൽ നെറ്റ്വർക്കുകളാണുള്ളത്. അതുകൊണ്ട് അടുത്ത ഹോസ്പിറ്റൽ വിസിറ്റിംഗ് നമുക്ക് ലൈഫ് സേവിങ് ആവണമെങ്കിൽ TPA നെയിം മാത്രമല്ല, അതിൻ്റെ നെറ്റ്വർക്ക് ലിസ്റ്റ് പോലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, 1 ഡേ സർജറി എല്ലായിടത്തും ഒരുപോലെ കവറാകത്തില്ല. IRDAയുടെ ലിസ്റ്റ് ഉണ്ട്, ഡേ കെയർ സർജറി ലിസ്റ്റ്. അതിലായി ഹെർണിയ, കാറ്ററാക്ട്, പൈൽസ്, ഫിഷർ സർജറി ഇവയെല്ലാം തന്നെയുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും കവർ കിട്ടുമെന്ന് കരുതരുത്. അതെല്ലാവർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഹോസ്പിറ്റൽ കോഡിംഗ് സിസ്റ്റം മിസ്മാച്ച് ആകും. സർജറി ഒന്ന് തന്നെയാണ്, പക്ഷേ ഡോക്യുമെൻറ്റേഷൻ വ്യത്യാസപ്പെട്ടാൽ ക്ലെയിം വീണ്ടും തള്ളും. ഒരേ കാറ്ററാക്ട് സർജൻ ഒരു ഹോസ്പിറ്റൽ ഫാക്കോ വിത്ത് IOL എന്ന് ബിൽ ചെയ്താൽ കവർ കിട്ടും. മറ്റൊന്ന് YAG വിത്ത് ലേസർ ലെൻസ് ഇംപ്ലാന്റ് എന്ന് ബിൽ ചെയ്താൽ കവർ തള്ളും. സർജറി നെയിം, അഡ്മിഷൻ സമ്മറി, പ്രൊസീജിയർ കോഡ്, ലെൻസ് ഡീറ്റെയിൽസ് ഇവയൊക്കെ മനസ്സിലാക്കി പ്രീ ഓഥറൈസേഷൻ കൊടുക്കണം. സർജറി ഡോക്ടർ പറയുന്നതും ഹോസ്പിറ്റൽ ബിൽ ചെയ്യുന്നതും മാച്ച് ആകേണ്ടത് അതീവ പ്രധാനമാണ്. ഇതൊന്നും നമുക്കാരും പറഞ്ഞു തരാറില്ല. ക്ലെയിം തള്ളിയ ശേഷം മാത്രമേ ആരും ഇതെല്ലാം മനസ്സിലാക്കുന്നുള്ളൂ.
നാലാമതായി റൂം റെന്റ് ലിമിറ്റ്. ഇവ ഇല്ലെങ്കിൽ ICU കവർ തള്ളുന്നത് എന്തുകൊണ്ട്? നോക്കാം. 10 ലക്ഷം രൂപയുടെ പോളിസി എടുത്താൽ അതിനുള്ളിൽ ICU ചാർജ് തീർച്ചയായും കിട്ടുമല്ലോ എന്നാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ അതിലെ ഫൈൻ പ്രിന്റ് കാണാതെയാണ് പലരും ഇത് തെറ്റിദ്ധരിച്ച് വയ്ക്കുന്നത്. ഒരുപാട് പോളിസികളിൽ ICU ചാർജ് ക്യാപ്ഡ് അറ്റ് 5,000 per day or 2% ഓഫ് ദി സം ഇൻഷുർഡ് എന്ന് വളരെ വ്യക്തമായി ഫൈൻ പ്രിന്റിൽ കൊടുത്തിട്ടുണ്ടാവും. ICU ചാർജ് ഹോസ്പിറ്റൽ 15,000 ആണെങ്കിൽ ഇൻഷുറർ 5,000 മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെ ICU കയറി ഒരു ദിവസം കഴിഞ്ഞാൽ 10,000 രൂപയാണ് നമുക്ക് നഷ്ടമുണ്ടാവുന്നത്. പലരുടെയും പോളിസി വേർഡിങ്ങിൽ നോ റൂം റെന്റ് ലിമിറ്റ് എന്നാണ് ബോൾഡായിട്ടുള്ള അക്ഷരത്തിൽ എഴുതിയിട്ടുള്ളത്. പക്ഷേ ICU ചാർജസ് ഡിഫറൻ്റ് ആണെന്നും ICU ക്യാബ് വേറെ ആണെന്നും അതിലെ അനക്ഷറിലോ ഷെഡ്യൂളിലോ ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ICU ചാർജ് കിട്ടുന്നതല്ല. ICU മോണിറ്ററിംഗ്, വെന്റിലേറ്റർ ചാർജ് ഒക്കെ അടക്കം ചെയ്യുമോ എന്ന് കൂടി നോക്കണം. അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെലവിൻ്റെ പകുതി നമ്മളാണ് നൽകേണ്ടത്. അതുകൊണ്ട് പോളിസി എടുത്തു വച്ചിട്ട് മാത്രമായിട്ടില്ല, അതിൻ്റെ ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ് സെക്ഷൻ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. 5ാമത്തെ കാര്യമാണ് പോർട്ടബിലിറ്റി. പോർട്ടബിലിറ്റിയിൽ എല്ലാം കിട്ടും എന്ന് കരുതിയാൽ തെറ്റും. ഓൾഡ് പോളിസിയിൽ നിന്നും പോർട്ടബിലിറ്റി ചെയ്ത് പുതിയ ഇൻഷുററിലേക്ക് പോയാൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് ക്യാരി ഓവർ ആകുമെന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാ രോഗങ്ങൾക്കും അതങ്ങനെയല്ല. കുറച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് മാത്രം, ഉദാഹരണം ഒബേസിറ്റി, സ്ലീപ്പ് ആപ്നിയ, ഇൻഫെർട്ടിലിറ്റി, ഗർഡ്, പുതിയ പോളിസി എക്സ്ക്ലൂഡ് ചെയ്തേക്കും. അതായത് പഴയ പോളിസിയിൽ നിന്ന് നിങ്ങൾക്ക് കവറേജ് ഉണ്ടായിരിക്കുന്ന പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ പുതിയ പോളിസിയിൽ പുതിയ ഒന്നിൽ എക്സ്ക്ലൂഡായി മാറുന്നു. അവിടെ പോർട്ടബിലിറ്റി ക്ലെയിം തള്ളുന്നു. ഇതിനെ പാർഷ്യൽ പോർട്ടബിലിറ്റി എക്സ്ക്ലൂഷൻ എന്നു പറയാം. അതിനാൽ പോർട്ടബിലിറ്റി ചെയ്യുമ്പോൾ നിങ്ങൾ പുതിയ പോളിസി വേർഡിംഗ് ചെറുതായെങ്കിലും വായിക്കണം. ഡിസീസ് വൈസ് എക്സ്ക്ലൂഷൻ ലിസ്റ്റ് അത്ര തന്നെ ഡേഞ്ചറസ് ആണ്. 2 പോളിസി തമ്മിലുള്ള ഫൈൻ പ്രിന്റ് വ്യക്തമായി മനസ്സിലാക്കാതെ നിങ്ങൾ പോർട്ടബിലിറ്റി ചെയ്യരുത്. അല്ലാത്ത പക്ഷം ഒരു ക്ലെയിം റിജക്റ്റായി പണം തള്ളുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ വില മനസ്സിലാകത്തുള്ളൂ. ഇതൊക്കെയാണ് നാം കണ്ട ആ 5 ഫോൾ ട്രാപ്സ്. ഇന്നത്തെ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയും ഇനി ഫാമിലിക്ക് വേണ്ടി പോളിസി എടുക്കുമ്പോൾ കുറച്ച് അധികം സമയമെങ്കിലും ചിലവഴിച്ച് വിവരങ്ങൾ പരിശോധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷുററിൻ്റെ ടേംസ് വായിക്കൂ, ഹോസ്പിറ്റലിൻ്റെ ബില്ലിംഗ് പാറ്റേൺ അറിയൂ, TPA ലിസ്റ്റ് അച്ചടിച്ച് വയ്ക്കൂ. പ്രീ അപ്രൂവൽ ഉണ്ടെങ്കിലും ഫൈനൽ ഡിസ്ചാർജ് സമ്മറിയാണ് കയ്യിൽ വരുന്നത്. പ്രീ അപ്രൂവൽ വന്നാലും അതിനർത്ഥം ടെമ്പററി ഓക്കെ എന്ന് മാത്രമാണ്. നമ്മുടെ പോളിസി നമ്മളെ കാത്തു സൂക്ഷിക്കുന്നു, അല്ലാതെ നമ്മുടെ ഏജൻ്റ് അല്ല. ഇന്ന് ഈ വീഡിയോയിൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഏജൻറ്റ് നിങ്ങളടുത്ത് പറയുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇനി ആ ഏജൻറ്റ് നിങ്ങളോട് ഇതൊന്നും പറഞ്ഞില്ല എന്ന് കരുതിയും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് മാത്രം തന്നെ നമ്മളെ സംരക്ഷിക്കാം. അതിനാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഇതെല്ലാം കേട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇടൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചുകൊള്ളൂ. വീഡിയോ ഷെയർ ചെയ്യൂ. കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഇതിൽ നിന്ന് രക്ഷിക്കൂ. കാരണം ഈ ഫോൾ ട്രാപ്പ് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവസാനം പറയും ഇൻഷുറൻസ് ഉണ്ടെങ്കിലും കാര്യമില്ല, ക്ലെയിം കിട്ടത്തില്ല. ഇതിനി ആവർത്തിക്കരുത്. അതിനാണ് ഈ വീഡിയോ. പവർഡ് ബൈ പവർ ലിങ്ക് ഇൻഷുറൻസ്.